ഇക്കഴിഞ്ഞ ദിവസം പ്രമുഖ പാശ്ചാത്യ മാധ്യമമായിട്ടുള്ള ഡെയിലി മെയിലിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ലത് ഹമാസ് ഭീകരർ ഈജിപ്തിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആഡംബര ഹോട്ടലിൽ സാധാരണക്കാർക്കൊപ്പം അവിടെ കഴിയുകയാണ്. സാധാരണക്കാരനെന്ന് ഉദ്ദേശിച്ചത് അവിടെ ആഡംബര ഹോട്ടലിൽ എത്തുന്ന ആളുകളെയാണ് കേട്ടോ. എന്തായാലും അവർക്കൊക്കെ ഒപ്പം ഈ ഹമാസ് ഭീകരരുണ്ട്. ഈ വരുന്ന ആളുകൾക്കറിയില്ലല്ലോ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നത് ഭീകരന്മാരാണ് എന്നുള്ളത്. ഇങ്ങനെ താമസിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? മിക്കവാറും അല്ലെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഇസ്രായേലിൻ്റെ കണ്ണുകൾ അവിടേക്കും എത്തും. ഇസ്രായേൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അവർ വെറുതെ ഇരിക്കില്ല. അവർ ഈ ഭീകരന്മാരെ നിശേഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈജിപ്റ്റ് തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിലാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ ഹമാസ് തീവ്രവാദികളെയൊക്കെ താമസിപ്പിച്ചിരുന്നത്. ഈ ഭീകരരെയൊക്കെ ഇപ്പോൾ ആ ഹോട്ടലുകാർ ഇറക്കി വിട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ നിരവധി പാശ്ചാത്യ വിനോദസഞ്ചാരികളൊക്കെ എത്തുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന മാരിയറ്റ് ഹോട്ടലിലായിരുന്നു ഈ ഭീകരന്മാരും താമസിച്ചിരുന്നത്. ഇവർ താമസിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരെ ഹോട്ടൽ അധികൃതർ പുറത്താക്കിയത് എന്നുള്ള വാർത്ത വരുന്നത് തന്നെ. ഏതാണ്ട് 150ഓളം പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. 150ഓളം പേരെ ആണ് ഏതാണ്ട് ഈ പറയുന്നത് പോലെ പുറത്തുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഈ 150 പേരോളം ഹമാസ് ഭീകരന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാസയിലെ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ പിടിവാശിയായിരുന്നു ഈ വെടിനിർത്തൽ കരാർ. 20 പദ്ധതിയായിരുന്നു. ഹമാസിൻ്റെ നിരായുധീകരണമൊക്കെ അതിൽ പറഞ്ഞു വെച്ചിരുന്നു. ഹമാസ് നിരായുധീകരിക്കാനും പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട് അവിടെ ഗാസയിൽ. അപ്പോൾ അവിടെ ആ ലൈനിന് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും അവിടെ ഉതിർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ട്രംപ് അച്ചായൻ്റെ ഈ പറയുന്ന 20 കരാറിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുത്ത ബന്ദികളിലാണ് ഹമാസ് ഭീകരന്മാരും ഉണ്ടായിട്ടുള്ളത്. അവരെ ഇസ്രായേലിൽ ജയിലിൽ കഴിയുകയായിരുന്ന ഭീകരരെ വിട്ടുകൊടുത്തത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇവരാണ് സംഘമായിട്ട് ഈ നക്ഷത്ര ഹോട്ടലിലൊക്കെ താമസിച്ചത്. ഈ ഭീകരന്മാർക്കൊക്കെ എങ്ങനെയാണ് നക്ഷത്ര ഹോട്ടലിലൊക്കെ താമസിക്കാൻ കഴിയുന്നത്? അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നതൊക്കെ നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ്. സാധാരണ ബന്ദികൾ വരുന്നു, അവരവരുടെ കുടുംബത്തിൻ്റെ ഒപ്പം പോകുന്നു, അവരവരുടേതായ ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ ഭീകരരെ ആഡംബര ഹോട്ടലുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിന് ഫണ്ട് ഇറക്കുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ തന്നെയായിരിക്കുമല്ലോ. അതിന് ഫണ്ട് എവിടെ നിന്നെല്ലാം വന്നിട്ടുണ്ട്? ഏതെല്ലാം രാജ്യത്ത് നിന്ന്, ഏതെല്ലാം സംഘടനകളിൽ നിന്ന്, ഏതെല്ലാം NGOകളിൽ നിന്നെല്ലാം ഈ ഫണ്ട് വന്നിട്ടുണ്ട്? ആരെല്ലാം ഈ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്? പ്രധാനമായും ഹമാസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും ഇതെല്ലാം പുറത്തു വരേണ്ട വസ്തുതകളാണ് എന്നുള്ളതാണ്. ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഭീകരർ താമസിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടുകൂടി പരിഭ്രാന്തരായി. അപ്പോൾ അവർ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പറയില്ല സമാധാനത്തിന് വേണ്ടി പോവുക എന്ന് പറയും, ഒരിത്തിരി ദിവസം സമാധാനം കിട്ടട്ടെ എന്ന് പറയുന്നത് പോലെ അവർ സമാധാനത്തിന് വേണ്ടി വന്നതായിരിക്കും. പക്ഷേ ആ വന്ന സ്ഥലത്താണ് ഈ ഭീകരർ കേന്ദ്രമാക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. കെയ്റോയിൽ നിന്ന് എത്തുന്ന വിവിധ എയർലൈൻ കമ്പനികളിലെ ക്രൂവും ഒക്കെയും ഇവിടെ തന്നെയാണ് താമസിക്കാൻ, ഈ പറയുന്ന മാരിയറ്റ് ഹോട്ടലാണ് താമസിക്കാൻ ഏറെയും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ലോകത്തെ പ്രമുഖരായിട്ടുള്ള 6ഓളം വിമാന കമ്പനികളുടെ ജീവനക്കാർ സ്ഥിരമായി താമസിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ മാരിയറ്റ് ഹോട്ടലിനുണ്ട്. അപ്പോൾ മാരിയറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഭീകരരെ വിമാനത്താവളത്തിൽ നിന്നും ഒരു നഗര മധ്യത്തിൽ നിന്ന് 1 മണിക്കൂർ അകലെയുള്ള ഈജിപ്തുകാരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അതും മറ്റൊരു ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ഈ ഹോട്ടലുകാർ എന്തുകൊണ്ട് മാറ്റി എന്ന് പറയുമ്പോൾ അവരും സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഭീകരർ എത്തുന്നുണ്ടെങ്കിൽ അവിടെ മൊസാദിൻ്റെയും ഷിൻബിറ്റിൻ്റെയും അന്ന് വേണ്ട ഇസ്രായേലിൻ്റെ സകല ചാര ഏജൻസികളുടെയും കണ്ണുകൾ എത്തുമെന്നുള്ളത്.
ഭീകരരെ വിട്ടയച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ ആ ഭീകരർക്ക് പിന്നാലെ ഒരു കണ്ണല്ല 1000 കണ്ണുകളെയും അവർ വിട്ടിട്ടുണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള സകല പ്രവർത്തികളും ചെയ്തികളും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഒരു ഹമാസികളെയും നാം വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പറയുന്ന 20 ദിന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഇത്രയും പേരെ വിട്ടുകൊടുത്തുവെങ്കിലും ഈ പുറത്തിറങ്ങിയിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതം എന്ന് എവിടെ വെച്ച് എപ്പോൾ തീരണം, ഏത് സെക്കൻഡിൽ തീരണം എന്നുള്ളത് പോലും ഇസ്രായേൽ ഒരുപക്ഷെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതാണ് അവരുടെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇസ്രായേലിലെ ചാരിറ്റി സംഘടനയുടെ നേതാവായിട്ടുള്ള മോശെ സാവിലെ പറഞ്ഞത് കൊലപാതകങ്ങൾക്ക് ഇത്രയും പരിഗണന നൽകുന്നത് ധാർമ്മികമായിട്ട് അസംബന്ധമാണ് എന്നുള്ളതായിരുന്നു. എത്രയോ പേരുടെ ജീവിതം നശിപ്പിച്ച ഭീകരർ 5 നക്ഷത്ര ഹോട്ടലിൽ ജീവിതം ആസ്വദിക്കുന്നത് ഇവർ കൊന്നുതള്ളിയ മനുഷ്യരോടുള്ള അവഹേളനമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഹമാസുകളെ പോരാളികളായിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണ് എന്ന് കരുതുന്ന വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെ നോക്കുമ്പോൾ ഇത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണ്. അതായത് പുണ്യമായ പ്രവർത്തികൾ ചെയ്യുന്ന ഹമാസ് ഭീകരർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങളാണ് ഈ പറയുന്ന ആഡംബര ഹോട്ടലിലെ ജീവിതം ഉൾപ്പെടെയുള്ളത്. മറ്റൊരു ഹോട്ടലിലേക്ക് എന്തായാലും ഈ ഭീകരരെ മാറ്റിയിട്ടുണ്ട്. ഭീകരർ ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സുരക്ഷ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ മുറിവിട്ട് പുറത്തു പോകാൻ പാടില്ല. ഒപ്പം അവരെ കാണാൻ എത്തുന്നവർക്കുമൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഭീകരർക്ക് ആഡംബര ജീവിതം തന്നെയാണ് കേട്ടോ ലഭിക്കുന്നത്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യുന്നില്ല. ഒരു വലിയ ഔട്ട്ഡോർ നീന്തൽക്കുളമുണ്ട്, ജക്കൂസികളുണ്ട്, സൗന, സ്റ്റീം റൂമുകൾ എന്നിവയ്ക്കുള്ള ഒരു വെൽനസ് സെൻ്ററുണ്ട്, ഒരു ഫിറ്റ്നസ് സെൻ്ററുണ്ട്, ടെന്നീസ് കോർട്ടുകളുണ്ട്, 2 ഫുട്ബോൾ പിച്ചുകളുണ്ട്. കൂടാതെ 3 റെസ്റ്റോറൻറ്റുകളും ബാറുകളും കഫേകളും ഒക്കെ ഈ ഭീകരന്മാർക്ക് ഉല്ലസിക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ള ജീവപര്യന്തം തടവുകാരായിട്ടുള്ള 250 പേരിൽ 154 പേരെയും വെസ്റ്റ് ബാങ്കിലോ ഗസയിലോ തുടരാൻ കഴിയാത്തത്ര അപകടകാരികളായിട്ട് കണ്ടുകൊണ്ടാണ് ഇവരെ ഈജിപ്തിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നത് എന്തിനാണ് ഇവരെയൊക്കെ വച്ചു പൊറപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ മുമ്പേ പറഞ്ഞതുപോലെ ഖത്തറിലൊരു ആക്രമണം നടത്തിയത് ഇസ്രായേൽ വെറുതെ ഒന്നും ആയിരുന്നില്ല. ഖത്തർ പല നാളുകളായി സമാധാന ചർച്ച എന്നുള്ള പേരിൽ അവിടെ ഭീകരരെയൊക്കെ വെച്ച് താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആദ്യം തന്നെ വെടിക്കെട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ആ പേടി എന്തായാലും ഈജിപ്തിനും ഉണ്ടാകും. ഈ ഭീകരർ ഇത്രത്തോളം അപകടകാരികളായിട്ടുള്ള ഭീകരന്മാർക്ക് ഈജിപ്റ്റ് സംരക്ഷണം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈജിപ്തിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ അവരും അതായത് അവരുടെയും വിധി എഴുതപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വെറുതെ വിട്ടുകൊടുക്കുമോ ഈ പറയുന്ന ഭീകരരെ? ഈ പറയുന്നത് പോലെ 250 പേരിൽ 154 പേർ അതീവ അപകടകാരികളാണ് എന്നുള്ള വിവരം ശേഖരിക്കാത്തവരായിരിക്കുമോ ഇസ്രയേലുകാർ? സ്വാഭാവികമായിട്ടും നമുക്കതൊന്നും ചിന്തിക്കാവുന്നതേയല്ല. അവർ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ, ഗസയിൽ കാണിച്ചു കൂട്ടിയുള്ള പരാക്രമങ്ങൾ നമുക്കറിയാം. ഓരോ മനുഷ്യനും, അതായത് എത്രയോ സാധാരണക്കാരുടെ ജീവൻ പൊലിഞ്ഞു വീണിട്ടുണ്ട് ആ മണ്ണിൽ. പക്ഷെ ആ ഓരോ സാധാരണക്കാരനും പിന്നിലും 1000 ഹമാസുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരു 100 കണക്കിന് ഹമാസുകളുണ്ട്. അങ്ങനെ എത്രയോ പേരുടെ ജീവൻ, അതായത് എത്രയോ ഹമാസുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അവരുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ ഏതൊരു രാജ്യമായിക്കോട്ടെ സംഘടനകളായിക്കോട്ടെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അവരെ നിഷ്കരണം ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പോളിസിയാണ്. കാരണം അവർക്കും ജീവിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.